ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സന്തോഷവും സംതൃപ്തിയും സ്നേഹവും സൗഹൃദവും ആരോഗ്യമൊക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ്. നമ്മുടെ ജീവിതാന്ത്യം വരെ നമുക്ക് ഒരു സുന്ദര ജീവിതം കൊണ്ടു നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന അസ്വസ്ഥ ചിന്തകൾ, ഉത്കണ്ഠകൾ, പല ആശങ്കകൾ, ഇന്നാണെങ്കിൽ ഏകാന്തത, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളെ പലപ്പോഴും മാനസികമായും ശാരീരികമായും പലപ്പോഴും അലട്ടുന്നത് നാം കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു. ഇതിനൊക്കെ എന്താണ് ശരിക്കുള്ളൊരു പോംവഴി നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരു വശത്ത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വേറൊരു വശത്ത് ആശങ്ക കൊണ്ട് ജ്യോതിഷികളുടെ അടുത്തേക്ക് നമ്മൾ ഓടുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നു. ഇന്ന് പലരും ഒരു കൂമ്പാരം മരുന്ന് കഴിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടോ? തീർച്ചയായിട്ടും ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി വരുംതോറും പ്രതിരോധ ശക്തി കൂടുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ കേട്ട് കാണാം, പലതരത്തിലുള്ള പോസിറ്റീവ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ പോസിറ്റീവ് ചിന്തകൾക്കുണ്ടെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവീക ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യ പ്രതിരോധം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത് തെളിയിച്ചിട്ടുമുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തിയാദരോട് ക്ഷണിക്കുകയാണ്. 2025 ഡിസംബർ 8 വൈകുന്നേരം 4 മണിക്ക് എറണാകുളത്തപ്പന്റെ പവിത്ര മണ്ണിൽ നടക്കുന്ന ലളിത സഹസ്രനാമ സമൂഹ ജപ യജ്ഞത്തിലേക്ക് ഒരുമിച്ച് നാം ലളിത സഹസ്രനാമ ജപയജ്ഞം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ദൈവീകമായ ഊർജം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നമ്മുടെ മനസ്സിന് ആരോഗ്യ പ്രതിരോധം നേടിയെടുത്താൽ ഏത് ആദിവ്യാധികളെയും മറികടക്കാനുള്ള മനോബലവും ആത്മശക്തിയും, അതുപോലെ നാം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും വ്യക്തമായ ഉത്തരം കാണാനുള്ള ഉൾക്കണ്ണും നമുക്ക് തുറന്നു കിട്ടും. മന്ത്രങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ വേദവ്യാസ മഹർഷി രചിച്ചത്. നാമ ജപത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭാഗവതത്തിന്റെ ഏറ്റവും ഒടുവിലായിട്ട്, നാമസങ്കീർത്തനം യസ്യ സർവ പാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. നാമജപ യജ്ഞത്തിലൂടെ, അതും സമൂഹമായി ജപിക്കുന്ന യജ്ഞത്തിലൂടെ മനസ്സിന് കിട്ടുന്ന ദൈവീകമായ ഊർജം കൊണ്ട് സർവ ദുഃഖ വിനാശനം എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സ് അനുഭവിക്കുന്ന പല അസ്വസ്ഥതകളെയും ഉത്കണ്ഠകളെയും ദുഃഖങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതിനർത്ഥം മനസ്സിന് പ്രതിരോധമുണ്ടായി, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും മറികടക്കാനുള്ള ആത്മബലമുണ്ടായി, ശരീരത്തിനും പ്രതിരോധമുണ്ടായി, നമ്മളിൽ ഒരു പുതിയ ജീവിതം രൂപപ്പെടുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു. എറണാകുളത്തപ്പന്റെ പവിത്ര മണ്ണിലേക്ക് 2025 ഡിസംബർ 8 വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ഒരുമിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് മനസ്സിന് ആത്മബലവും ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ഉൾക്കണ്ണ് തുറന്നും ശരീരത്തിന് പ്രതിരോധവും നമുക്ക് നേടിയെടുക്കാം. ഒരിക്കൽ കൂടി എറണാകുളത്തപ്പന്റെ പവിത്ര മണ്ണിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 8 വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ഭഗവാന്റെ ആ പവിത്ര മണ്ണിൽ ഒരുമിച്ച് ലളിതാ സഹസ്രനാമ ജപം ചെയ്യാം. ഹരി ഓം. പ്രണാമം.